ഞാൻ SDP എതിർത്തിട്ടുണ്ട്, ഞാൻ RSS എതിർത്തിട്ടുണ്ട്. ഞാൻ അവസാനം വേങ്ങരക്കാരോട് പറയുന്ന വാക്കാണ്, ഞാൻ SDP എതിർത്തിട്ടുണ്ട്, ഞാൻ RSS എതിർത്തിട്ടുണ്ട്. എൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഞാൻ അതിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ലെന്ന് CPM-കാരാ എന്നോട് ഞാൻ പറയുന്നു. പിന്നെയല്ലേ വേങ്ങര അഴീക്കോട് പോയി 27,000 വോട്ടിന് ജയിച്ച പ്രകാശൻ മാഷോട് മത്സരിച്ച് നിയമസഭയിൽ കയറി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വേങ്ങരയിൽ നിന്ന് അതേ പിണറായി വിജയനെ വീണ്ടും കാണാൻ ഞാൻ നിയമസഭയിലേക്ക് പോകുന്നുണ്ട്. ആ സഭയിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ ഗൂഢാലോചന നടത്തിയവരാ നിങ്ങൾ. പക്ഷേ വേങ്ങരക്കാരെ, ആ സഭക്കകത്തേക്ക് പോകാൻ, അധാർമികതക്കത്തെ പൊരുതാൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റൊന്നുകൂടെ, ഞാൻ 10 കൊല്ലം നിയമസഭയിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സഭയിൽ ഹാജരായിരുന്നു. ഒരൊറ്റ ആബ്സെന്റ് ഇല്ല. 10 വർഷം 5 വർഷം എല്ലാ ദിവസവും ഹാജരായ MLA-മാർക്ക് സ്പീക്കർ ഒരു സർട്ടിഫിക്കറ്റ് തരും. 2 തവണയും ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് അഹങ്കാരത്തിനല്ല. നിങ്ങൾ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറയാനാണ്. നിങ്ങൾ എനിക്ക് വോട്ട് തന്നാൽ, നിങ്ങൾ മറ്റുള്ളവരോട് ഷാജിക്കൊരു വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് വാങ്ങി തന്നാൽ, അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരുന്നൊരു സന്ദർഭം ഞാൻ ഉണ്ടാക്കില്ല. എൻ്റെ സഹോദരന്മാരെ, അവനത് കൊടുക്കണ്ടായിരുന്നു എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ തോന്നിപ്പിക്കില്ല. നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നാൽ നിങ്ങളുടെ കൂടെ ഞാൻ ഈ വേങ്ങരയിൽ ഉണ്ടാവും. നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, കണ്ണും കാതും തുറന്നു വെച്ച്, ഹൃദയം തുറന്നു വെച്ച്, അധാർമികതക്കെതിരെ പൊരുതാൻ, അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വേങ്ങരക്കാരൻ്റെ നാവായി ഞാൻ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നു. ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കാരണവന്മാരായ നേതാക്കന്മാരെ, പറയാനല്ല പ്രവർത്തിക്കാനാണ് ബാക്കിയുള്ളത് എന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. മനോഹരമായ ഷാഫിയുടെ പാട്ടുകൾ കേൾക്കാൻ